ഇന്നത്തെ സഭയുടെ ക്രമീകരണമനുസരിച്ച് ഈ 25 നോമ്പായിട്ട് നമ്മൾ കർത്താവിൻ്റെ തിരുപ്പിറവിയെ അതിനെ അനുസ്മരിക്കുന്നതായിട്ടുള്ള ഈ ദിനങ്ങളിൽ ദൈവം നൽകിയതായിട്ടുള്ള അരുളപ്പാടുകൾ, അനൗൺസിയേഷൻ, അത് സഖറിയ പുരോഹിതനും മറിയാമിനും അതോടൊപ്പം തന്നെ യോസഫിനും ലഭിക്കുന്നതായിട്ടുള്ള ആ ദൈവിക സന്ദേശം ഇന്ന് നമ്മൾ വായിച്ചത് യോസഫിനോട് ദൈവം അറിയിക്കുന്നതായിട്ടുള്ള ദൂതാകുന്നു. അവൻ സംഘർഷഭരിതമായിരിക്കുന്ന അന്തരീക്ഷത്തിലൂടെ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ അവനോട് സ്വപ്നത്തിൽ ഇടപെടുന്നതായിട്ടുള്ള ദൈവിക അരുളപ്പാട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. വളരെ സംഘർഷം നിറഞ്ഞ ഒരു അനുഭവത്തിലാണ് അവൻ കടന്നു പോകുന്നത്. അപ്പോൾ അവൻ നീതിമാനാകുന്നു എന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നു. അവൻ നീതിമാനായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നതാകണമെന്ന് പറയും. സാധാരണ ലോകത്തിൻ്റെ അന്നത്തെ നീതി അനുസരിച്ച് ഈ തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്നതായിട്ടുള്ള ആ മറിയെ ഉപേക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി അനുസരിച്ച് കുറ്റം ആരോപിച്ച് അവളെ ഏത് രീതിയിലെങ്കിലും ഇല്ലാതെയാക്കുന്നതിനൊക്കെയും സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാനായിട്ട് ഉള്ള ഒരു ധാർമ്മിക ബോധം അവനെ ഭരിക്കുന്നു. അതുകൊണ്ട് അവൻ നീതിമാനായിരുന്നു എന്ന് പറയും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു നീതിയാണ്. അവനോട് പറയുകയാണ്, നീ അവനെ ഗൂഢമായി ഉപേക്ഷിക്കുക മാത്രമല്ല, അവളെ നീ കൂടെ ചേർക്കേണ്ടതാകും. ഉപേക്ഷിക്കുന്നതിനല്ല, പിന്നെയോ അവളെ ചേർത്തുകൊള്ളുക എന്നുള്ളതായ ദൈവത്തിൻ്റെ വാക്ക്. അവിടെ നിന്ന് യോസഫിൻ്റെ പിന്നീടൊരു സംസാരവും നമ്മൾ കേൾക്കുന്നില്ല. നിശബ്ദമായി തുടർന്നുള്ള തന്നിൽ ഏൽപ്പിച്ചതായിട്ടുള്ള ദൈവീയ ദൗത്യം നിറവേറ്റുന്ന യോസഫിനെ അത്രയും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഇതുപോലെയാണ്. നമ്മുടെ മുൻധാരണകൾക്കും നമ്മുടേതായിരിക്കുന്ന ഒരുപാട് നീതിയുടെ മാനദണ്ഡങ്ങൾക്കും അപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് നമ്മെ വെല്ലുവിളിക്കുന്ന, നമ്മോട് ആവശ്യപ്പെടുന്നതായ ഒരു ദൈവിക സന്ദേശം നമ്മൾ എപ്പോഴും ദൈവത്തിൽ നിന്ന് ശ്രവിക്കുന്നു. ആ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ നിലപാടുകളനുസരിച്ചോ നമ്മുടെ ബുദ്ധി തരുന്നതായിട്ടുള്ള ചിന്തകൾക്കനുസരിച്ചോ അല്ല, ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള ആലോചനകൾക്കും ദൈവിക വെളിപ്പാടിനും അനുസരിച്ച് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനുമുള്ള ഒരു വലിയ ക്ഷണമാണ് ദൈവം നമുക്ക് നൽകിത്തരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഓരോ നാളുകളിലും കർത്താവിനോട് ചേർന്ന് ദൈവം നൽകിത്തരുന്നതായിട്ടുള്ള ആലോചനകളെ ശ്രവിപ്പാൻ തക്കവണ്ണം ദൈവിക അരുളപ്പാടിനെ ശ്രവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എപ്രകാരം അതിനനുസരിച്ച് രൂപാന്തരപ്പെടുത്തണമോ ആ ദൈവിക സന്നിധിയിലേക്ക് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള അനുഭവമാണ് ഓരോ വചന കേൾവിയിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ടുള്ള വിവിധ മുഖാന്തരങ്ങളും എന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിലൂടെയും തുടർന്ന് നടത്തപ്പെടുന്നതായിട്ടുള്ള നമ്മുടെ വചന കേൾവിയിലൂടെയുമൊക്കെയും പുതിയ ദർശനത്തോടുകൂടെ നമുക്ക് ഈ നാളുകളിൽ ജീവിപ്പാനുള്ള വലിയ കരുത്താകുന്നു കർത്താവ് പകരുന്നത്. തുടർന്ന് ജോസഫിൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ ആ അദൃശ്യനായിരിക്കുന്ന ദൈവത്തെ കണ്ട് എപ്രകാരം പൂർവീയരായിരിക്കുന്ന പിതാക്കന്മാർ ഉറച്ചു നിന്നുവോ അതുപോലെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീരുവാനായിട്ട് സാധിക്കും. പിന്നീട് സംഘർഷങ്ങളുടെ മധ്യത്തിലും കുലുങ്ങിപ്പോകാതെ വണ്ണം അവൻ്റെ വിശ്വാസം സ്ഥിരപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നൽകിയ രക്ഷാപദ്ധതിയിൽ പങ്കുചേരുന്നതിന് ജോസഫിന് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ദൈവത്തോട് ചേർന്ന് നമ്മൾ എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നിൽപ്പാനായിട്ട് ദൈവം നമുക്ക് ശക്തി പകരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി തീർന്നാലും അതിൻ്റെയൊക്കെ മധ്യത്തിൽ അദൃശ്യനായ ദൈവത്തെ കാണുകയും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും ദൈവം പറയുന്നതനുസരിച്ച് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടുള്ള ഒരു വലിയ അനുഭവം, അതത്രേ ക്രിസ്തീയമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനനുസൃതമായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ ധാരണകളെയും ഒക്കെയും രൂപാന്തരപ്പെടുത്തുന്നതായിട്ടുള്ള ദൈവസാന്നിധ്യം തിരിച്ചറിയാം. നമ്മുടെ മുമ്പിൽ നമ്മൾ നീതിമാന്മാരായിരിക്കാം, നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് തെറ്റുകളൊന്നും ഇല്ലായിരിക്കാം. എന്നാൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ദൈവം നൽകുന്നതായിട്ടുള്ള ബോധ്യങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, അതിനനുസരിച്ച് മാറ്റം വരുത്തുവാൻ പരിശുദ്ധാത്മാവായ ദൈവം നമ്മിൽ സഹായിക്കും.
നമ്മുടെ കുറവുകളെ ദൈവസ്ഥനിൽ ഏറ്റു പറയാം. മനഃപൂർവ്വമായിട്ട് കർത്താവെ, ഞങ്ങൾ ജീവിതത്തിൽ തെറ്റുകളുള്ളവരാണ്. ഞങ്ങളുടെ ബോധ്യങ്ങളല്ല, നീ ഞങ്ങൾക്ക് നൽകിത്തരുന്നതായിട്ടുള്ള ബോധ്യങ്ങളിൽ നിലനിൽപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വരുത്തേണ്ടുന്ന മാറ്റങ്ങളെപ്പറ്റി നീ ഞങ്ങൾക്ക് ബോധ്യം വരുത്തുമ്പോൾ അവയെപ്പറ്റി പശ്ചാത്തപിച്ച് അനുദപിച്ച് തിരുസന്നിധിയിൽ തിരികെ വരുന്നതിന് നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും നിയോഗവും ഏറ്റെടുത്തുകൊണ്ട് ഈ നാളുകളിൽ ജീവിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളെ തുണയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം.